ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബഡ്ജറ്റഡ് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രീ ഡിറ്റർമൈൻഡ് ആക്ടിവിറ്റി ലെവൽ. നമുക്ക് മൊത്തമായി വരേണ്ട ബഡ്ജറ്റ് ഓവർഹെഡുകളും ഡിവൈഡഡ് ബൈ എന്താണോ അതിന് കാരണം, ലേബർ ഹവർ ആവാം, മെഷീൻ ഹവർ ആവാം, എന്താണോ അതിൻ്റെ അടിസ്ഥാനം, അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഫോർ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഓവർഹെഡുകൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് എന്ത് ചെയ്തു കിട്ടി കഴിഞ്ഞു. ഇനി ഈ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് അല്ലേ. നമ്മളിപ്പോൾ ബഡ്ജറ്റിംഗ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ പ്രീ ഡിറ്റർമൈൻഡ് ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു. പ്രീ ഡിറ്റർമൈൻഡ് ലെവൽ ഓഫ് ആക്ടിവിറ്റി മെഷീൻ ഹവർ ആവാം, ഡയറക്റ്റ് ലേബർ ഹവർ ആകാം അല്ലേ. ഇത് വേരിയബിളിലും ഫിക്സഡിലും എന്താകാം, ചിലപ്പോൾ സെയിം ആകാം, ചിലപ്പോൾ രണ്ടിനും രണ്ടാകാം അല്ലേ. വേരിയബിൾക്ക് ചിലപ്പോൾ മെഷീൻ ഹവറും ഫിക്സഡിന് ചിലപ്പം ലേബർ ഹവറും ആകാം, അതല്ലെങ്കിൽ രണ്ടും ലേബർ ഹവറിൻ്റെ അടിസ്ഥാനത്തിലും ആയിരിക്കാം. അത് എങ്ങനെയാണ് എന്ന് നമ്മളല്ല ഫിക്സ് ചെയ്യുന്നത്, അത് നമ്മുടെ ചോദ്യത്തിലോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസിനോ അനുസരിച്ച് ആയിരിക്കും. ചെയ്യേണ്ട രീതി എന്താണ്? ആദ്യം നമുക്ക് വരേണ്ട ബഡ്ജറ്റിങ്ങിൻ്റെ മൊത്തം കോസ്റ്റ് നമ്മൾ കണ്ടെത്തുക. രണ്ടാമത്തത് അതിൻ്റെ കൃത്യമായ അലോക്കേഷൻ ബേസ്, മെഷീൻ ഹവർ ആണോ ലേബർ ഹവർ ആണോ എന്താണെന്നുള്ളത് കൃത്യമായി കണ്ടെത്തുക. മൂന്നാമത്തത് എത്രത്തോളം മെഷീൻ ഹവേഴ്സ് ലേബർ ഹവേഴ്സ് ഈ മൊത്തം ഓവർഹെഡുകളാകാൻ ആകുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തുക. നാലാമത്തത് നമ്മൾ കണ്ടിരിക്കുന്ന ബഡ്ജറ്റിങ്ങിൻ്റെ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഈ അലോക്കേഷൻ ബേസ് ചെയ്ത് കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് അഞ്ചാമതായിട്ടുള്ള മെത്തേഡിൽ എന്ത് കിട്ടും? ഒരു അലോക്കേഷൻ റേറ്റ് എന്ന അടിസ്ഥാനത്തിൽ പെർ യൂണിറ്റിന് ഇത്ര എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു അലോക്കേഷൻ റേറ്റ് കിട്ടും. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ് എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടി സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. ഈ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റിംഗ് ഉണ്ട്. ഇത് നമ്മൾ അടുത്ത സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് സിസ്റ്റമാണ് സാധാരണ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടി എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. സോ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ വേണ്ടി അബ്സോർപ്ഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അബ്സോർപ്ഷനിൽ പറയുന്നുണ്ട് ഓവർ ഹെഡുകൾ എന്ത് ചെയ്യണം, ഓരോ പ്രൊഡക്റ്റിലേക്കും കൃത്യമായിട്ട് എന്ത് ചെയ്ത് കൊടുക്കണം, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. സോ അത് ചെയ്യേണ്ട രീതിയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്, ഇപ്പോൾ പറഞ്ഞത്. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യേണ്ട രീതിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡുകളും ഫിക്സ്ഡ് മാനുഫാക്ചറിങ് ഓവർഹെഡുകളും തമ്മിൽ എങ്ങനെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്.